ഇത് കുട്ടിക്കളിയല്ല. ഒരു സാധാരണഗതിയിലുള്ള പരിശോധനയായിരുന്നു ഇന്നലെ ഉച്ചയോടെ മലപ്പുറം തിരൂരിനടുത്ത് തിരുനാവായിൽ MVD ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് അതിനാടകീയമായിട്ട് ഒരു മോഡിഫൈ ചെയ്ത വാഹനം, മാരുതിയുടെ പഴയ മോഡലായിട്ടുള്ള എസ്റ്റീം എന്ന് പറയുന്ന കാർ ആ മേഖലയിലൂടെ കടന്നു പോകുന്നത്. അമിത വേഗത്തിലെത്തുന്ന വാഹനം കൈ കാണിച്ചു നിർത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരെ വകവയ്ക്കാതെ ആ വാഹനം അതിവേഗത്തിൽ ഒരു ഭാഗത്തേക്ക് കുതിച്ചു പായുകയായിരുന്നു. പിന്നീട് ഇവർ പരിശോധന തുടരുന്നു. ആ തിരുനാവായിക്കപ്പുറത്തുള്ള കൊടക്കൽ ഭാഗത്ത് വെച്ച് പരിശോധന നടത്തുന്ന സമയത്ത് സമാനമായ രീതിയിൽ ഈ സെഡാൻ കാർ വീണ്ടും തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത്. മോഡിഫൈ ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും കൂളിംഗ് ഒട്ടിച്ച ഈ ഒരു കാറെ ആ ഒരു സമയത്തും MVD ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിക്കുന്നുണ്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടി. പക്ഷേ അപ്പോഴും ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ വാഹനം നിർത്താതെ അമിത വേഗത്തിൽ തിരൂർ ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് ഈ വാഹനത്തിന്റെ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച സമയത്താണ് അതിന്റെ രജിസ്ട്രേഷൻ കാലാവധി പൂർത്തിയായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് അടച്ചിരുന്നില്ല, വാഹനത്തിൽ മോഡിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തതായിട്ട് ഉദ്യോഗസ്ഥർ കാണുന്നു. ദുരൂഹത തോന്നിയ ഉദ്യോഗസ്ഥർ ഈ ഒരു വാഹനത്തെ പിന്തുടരുകയാണ്. പിന്നീടാണ് പറവണ്ണയിൽ വെച്ച് ദൃശ്യങ്ങളിൽ കാണുന്ന അതിനാടകീയമായിട്ടുള്ള സംഭവം അരങ്ങേറുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന മേഖലയിലൂടെയാണ് ഈ വാഹനം അമിത വേഗത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്നവർക്കണം. വളരെ സുരക്ഷയോടെ ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടായിരുന്നു MVD ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ഈ കാറിനെ പിന്തുടരുന്നത്. പിന്നീട് ഈ ശ്രമം പൂർണ്ണമായിട്ടും അവർ ഉപേക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വാഹനം അപകടമുണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരുന്നു MVD ഉദ്യോഗസ്ഥർ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുന്നത്. പക്ഷേ വാഹനത്തെ പിന്തുടർന്നിട്ടുള്ള അവരുടെ പോക്ക് അവസാനിക്കുന്നത് തിരൂർ പറവണ്ണ ഭാഗത്ത് വെച്ചാണ്. പറവണ്ണ മേഖലയിൽ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന MVD ഉദ്യോഗസ്ഥർ കാണുന്നു. അവരുടെ വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഈ കാറ് തടഞ്ഞു നിർത്തി പരിശോധിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വാഹനത്തിന്റെ മുന്നിൽ കൈ കാണിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് അമിത വേഗത്തിൽ കാറ് പിന്നീട് അപ്രതീക്ഷിതമായിട്ട് MVD ഉദ്യോഗസ്ഥരെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ആ ഒരു മേഖലയിൽ നിന്നും കടന്നു കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ച വഴിയാത്രക്കാരാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ മൊബൈലിൽ പകർത്തിയിരിക്കുന്നത്. തലനാരിഴക്കാണ് MVD ഉദ്യോഗസ്ഥർ വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ച സംഘത്തെ തിരൂർ MVD ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. ഒരു സ്കൂൾ യൂണിഫോം ധരിച്ച വിദ്യാർത്ഥി ഉൾപ്പെടെ 5 യുവാക്കളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. MVD ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി കൈ കാണിച്ചപ്പോൾ പേടിച്ച് വാഹനം ഓടിച്ചു പോയി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് ഈ സംഘം പറഞ്ഞിരിക്കുന്നത്. കാറ് ആ ഉദ്യോഗസ്ഥർ പൂർണ്ണമായിട്ടും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുകയാണെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ തിരൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സമാനമായ രീതിയിൽ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഉൾപ്പെടെ അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഇനിയും ഈ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. മലപ്പുറത്തുനിന്നും വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ട്.